Hi guys. So ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ആരോ ഫംഗ്ഷനിൽ ദിസ് ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളത്. സോ ഇന്ന് അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ മെത്തേഡ് ഉണ്ട്, സെർച്ച് മൂവി ഹാൻഡ്ലർ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ നോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ദിസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ഔട്ട് നമ്മൾ ദിസ് എന്താണെന്ന് കൺസോൾ ലോഗിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് കൺസോളിൽ വരുന്നത് ഞാൻ മുമ്പ് നമ്മൾ കാണിച്ചിരുന്നു ബട്ടൺ എലമെൻറ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഇവൻറ്റ് ലിസണർ ട്രിഗർ ചെയ്ത ഫംഗ്ഷനിൽ ബ്രൗസർ ദിസിനെ ഇവൻറ്റ് ട്രിഗർ ചെയ്ത എലമെൻറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സെയിം പ്ലേസിൽ സോ അതേ ഫംഗ്ഷനിൽ നമുക്ക് ആരോ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം എന്താ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ ആരോ ഫംഗ്ഷൻ ആക്കി മാറ്റാണ്. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താ വരേണ്ടാവുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ബ്രൗസർ ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പക്ഷേ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവിടെ വരുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റാണ്, വിൻഡോ ഒബ്ജക്റ്റാണ് വരുന്നത്. സോ പലർക്കും സർപ്രൈസ് ആയിരിക്കും, കാരണം നോർമൽ ഫംഗ്ഷനിൽ ബട്ടൺ ആയിരുന്നു, ആരോ ഫംഗ്ഷനിൽ ഇത് വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫംഗ്ഷൻ കീവേഡ് ഉപയോഗിച്ച് ഫംഗ്ഷനിലേക്ക് സ്വന്തം ദിസ് ബൈൻഡ് ഉണ്ടാക്കും. അതായത് ദിസിനെ ജാവാസ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്ത് ആരാണോ അതിനോട് ദിസ് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും നോർമൽ ഫംഗ്ഷനിൽ കേട്ടോ. ആരോ ഫംഗ്ഷനിൽ ബേസിക്കലി ദിസിനെ ബൈൻഡ് ചെയ്യില്ല. ആരോ ഫംഗ്ഷന് സ്വന്തമായിട്ട് തന്നെ ദിസ് ഇല്ല. അതിനാൽ ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് എഴുതിയാൽ അത് ഫംഗ്ഷനിൽ നിന്ന് വരുന്നതല്ല, അത് ഔട്ട്സൈഡ് സ്കോപ്പിൽ ദിസ് എന്താണോ ആദ്യത്തിന് തന്നെയായിരിക്കും അതിന് വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇവൻ ലിസണറിൽ ആരോ ഫംഗ്ഷൻ വെച്ചപ്പോൾ ദിസ് ബട്ടൺ ആകാതെ, ദിസിൽ ബട്ടൺ എലമെൻ്റ് ആകാതെ ബേസിക്കലി ഔട്ട്സൈഡ് കോൺസിൽ ദിസ് എന്താണോ, നമ്മുടെ കേസിൽ വിൻഡോ ഒബ്ജക്റ്റ് ആണ്, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ യൂസ് സ്ട്രിക്റ്റ് ആണെങ്കിലും ബേസിക്കലി ഇത് തന്നെയായിരിക്കും വരേണ്ടത്. ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. മുകളിൽ നമ്മൾ യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയാലും ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്തേക്കാം. നമ്മുടെ കയ്യിൽ യൂസ് സ്ട്രിക്റ്റ് എഴുതിയാലും നമ്മൾ സെർച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി വിൻഡോ ഒബ്ജക്റ്റ് തന്നെയാണ് വരേണ്ടത്. സോ നിങ്ങൾ ചോദിക്കും യൂസ് സ്ട്രിക്റ്റ് ആണല്ലോ, നോർമൽ ഫംഗ്ഷൻ ദിസ് നമുക്ക് കേസിൽ അൺഡിഫൈൻഡ് ആയിരിക്കും, പക്ഷേ ആരോ ഫംഗ്ഷനിൽ എന്തുകൊണ്ടാണ് വിൻഡോ ഒബ്ജക്റ്റ് വരുന്നത് എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ആണ്. സ്ട്രിക്റ്റ് മോഡിൽ ഫിക്സ് അപ്ലൈ ആകുന്നത് നോർമൽ ഫംഗ്ഷനിലാണ്. പക്ഷേ നമ്മുടെ ദിസ് എന്ന് പറഞ്ഞാൽ ആരോ ഫംഗ്ഷനിൽ ബൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല എവിടെയും. ബേസിക്കലി നോർമൽ ഫംഗ്ഷനിൽ ആണ് when this is not bound to anything else. പക്ഷേ ആരോ ഫംഗ്ഷനിൽ ദിസ് ബൈൻഡ് ചെയ്യില്ല, സ്ട്രിക്റ്റ് മോഡ് ഫിക്സ് ഇത് ട്രിഗർ ചെയ്യില്ല. ആരോ ഫംഗ്ഷനിൽ ദിസ് ബിഹേവ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല, പകരം ഫംഗ്ഷൻ്റെ പുറത്തെ സ്കോപ്പിലാണ്. അതുകൊണ്ട് ബ്രൗസർ സ്ക്രിപ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ ദിസ് എന്ന് പറഞ്ഞ വിൻഡോ ആണെങ്കിൽ, ബ്രൗസർ സ്ക്രിപ്റ്റ് കോണ്ടെക്സ്റ്റിൽ ദിസ് എന്ന് പറഞ്ഞ വിൻഡോ ഒബ്ജക്റ്റ് തന്നെ ആണെങ്കിൽ ആരോ ഫംഗ്ഷനിൽ സെയിം തന്നെയായിരിക്കും, ദിസ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഫംഗ്ഷനിൽ പോയിട്ട് ഞാൻ സ്ട്രിക്റ്റ് മോഡ് തൽക്കാലം എടുത്ത് മാറ്റാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ മോഡ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഗെറ്റ് ഫോർമാറ്റഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലേ. സോ ഈ ഗെറ്റ് ഫോർമാറ്റഡിന് നമ്മൾ ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഗെറ്റ് ടൈറ്റിൽ നമ്മളത് ആരോ ഫംഗ്ഷനാക്കി മാറ്റാം. ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ നമുക്ക് ആരോ ഫംഗ്ഷനാക്കി മാറ്റാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റീലോഡ് ചെയ്തിട്ട് ആരോ ഫംഗ്ഷനാക്കി നമുക്കൊന്ന് റീലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം എന്താ വരണ്ടാവുക എന്നുള്ളത്. ആഡ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എറർ കിട്ടുന്നുണ്ട്. ടൈറ്റിൽ അൺഡിഫൈൻഡ് ആണ്, കാരണം ദിസിൽ വരുന്നത് വിൻഡോ ഒബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഗെറ്റ് ഫോർമാറ്റ് ആരോ ഫംഗ്ഷൻ ആക്കിയാലും ദിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൂവി ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നത് ആരോ ഫംഗ്ഷനിലാണ്. ആരോ ഫംഗ്ഷനിൽ ദിസ് എന്ന് പറഞ്ഞാൽ മൂവി ഒബ്ജക്റ്റിലേക്ക് ബൈൻഡ് ആക്കില്ല, അത് ഔട്ട്സൈഡ് സ്കോപ്പിന് ദിസ് എടുത്ത് കൊണ്ടുവരും. സോ ഇത് നമ്മുടെ മെയിൻ സ്ക്രിപ്റ്റിൽ കോണ്ടെക്സ്റ്റ് ആണ്. സോ വിൻഡോ ഒബ്ജക്റ്റ് ആണ് പുറത്തുള്ളത്. സോ അത് അഗെയിൻ വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കിവിടെ എറർ വരും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ദിസ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഒബ്ജക്റ്റ് ആണ്. സോ നമ്മുടെ ചെയിനിങ് ഓപ്പറേറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എറർ വരുന്നു. കാരണം പെർട്ടിക്കുലർ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞത് ഇൻഫോ പ്രോപ്പർട്ടിയോ ടൈറ്റിൽ പ്രോപ്പർട്ടിയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ അത് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. സോ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് നോർമൽ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും കറസ്പോണ്ടിങ്ങിലി. ഓക്കെ, പക്ഷേ ആരോ ഫംഗ്ഷൻ ദിസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ യൂസ്ഫുൾ ആകുന്ന ഒരു സൂപ്പർ കേസ് ഉണ്ട് കേട്ടോ. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനത് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റിൽ ഞാനൊരു ടീം നെയിം തൽക്കാലം ഇന്ത്യ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പീപ്പിൾ ഞാനിത് അറയാണ് കൊടുക്കുന്നത്. അറയിൽ ഞാൻ തൽക്കാലം സച്ചിൻ വിരാട് രണ്ടുപേരെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു മെത്തേഡും കൂടി കൊടുക്കുന്നുണ്ട്. ഗെറ്റ് ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും കൂടിയും കൊടുക്കാം. ഓക്കെ, സോ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാനിവിടെ പ്ലാൻ ചോദിച്ചാൽ പീപ്പിള് നമ്മുടെ ഇതിൽ പീപ്പിൾ ഉണ്ടല്ലോ, ഈ പീപ്പിൾ ലൂപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ പീപ്പിൾ ആ ടീം നെയിമും കൂടി എന്താണെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കമ്പൈൻ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സച്ചിൻ ഇന്ത്യ ലൈക്ക് വിരാട് ഇന്ത്യ അങ്ങനെ ഒരു രീതിയിൽ പ്രിൻ്റ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ ടീം മെമ്പേഴ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. കാരണം മെമ്പേഴ്സ് ഡോട്ട് ടീം മെമ്പേഴ്സ് എന്ന് ഡോട്ട് കോൾ ആണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാനിവിടെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡോട്ട് പീപ്പിൾ എന്ന് പറഞ്ഞെടുത്തിട്ട് ലൂപ്പ് ചെയ്യണം ഫോർ ഈച്ച് വെച്ചിട്ട്, എന്നിട്ട് കറണ്ട് എലമെൻ്റ് എടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇവിടെ പി പ്ലസ് ദെൻ പി പ്ലസ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ദിസ് ഡോട്ട് ടീം നെയിം എന്ന് കൊടുക്കുന്നു. കൺസോൾ ലോഗ് ഞാനിവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ടീം മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ ദിസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കാരണം മെമ്പേഴ്സ് ഒബ്ജക്റ്റ് ആണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ മെമ്പേഴ്സ് ഡോട്ട് ഞാനിവിടെ വിളിക്കുകയാണ് താഴെ. സോ മെമ്പേഴ്സ് ഡോട്ട് വിളിച്ചിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഗെറ്റ് ടീം മെമ്പേഴ്സ് എന്താണോ ഈ ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ വിളിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇന്നർ കോൾ ബാക്ക് ഫംഗ്ഷനിൽ ദിസ് ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൽ ഔട്ട്പുട്ട് എന്താ വരുന്നത് എന്നുള്ളത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുണ്ട് സച്ചിൻ ഇന്ത്യ വിരാട് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇവിടെ എന്താ ചോദിക്കുന്നത്, ന്യൂ ദിസ് ബൈൻഡ് ചെയ്യില്ല. ആരോ ഫംഗ്ഷനിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ന്യൂ ദിസ് ഇവിടെ ബൈൻഡ് ചെയ്യില്ല. കാരണം ഇവിടുത്തെ ഔട്ടർ സ്കോപ്പിൽ ദിസ് എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഔട്ടർ സ്കോപ്പിൽ ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടീം മെമ്പേഴ്സാണ് വരുന്നത്. സോ മെമ്പേഴ്സ് ഡോട്ട് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഡോട്ട് ടീം നെയിം എന്ന് പറഞ്ഞാൽ എന്താണോ ഇവിടെ അതാണ് വരുന്നത്. ഈവൻ ദോ നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആരോ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ദിസ് എന്ന് പറഞ്ഞ സ്കോപ്പ് ഇല്ല. ബേസിക്കലി കറൻറ്റ്ലി സ്കോപ്പ് ഇല്ല. സോ കറൻറ്റ് സ്കോപ്പ് ഇല്ലാത്തപ്പോൾ പുറത്തെ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കും. പുറത്തെ വിൻഡോയിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ പുറത്തെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഈ ദിസ് ആണ് വരുന്നത്. സോ ഇതിൻ്റെ ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്പേഴ്സാണ് വിളിക്കുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഒബ്ജക്റ്റാണ് ഡോട്ട് വിളിച്ചത്. നമ്മൾ മുമ്പ് പറഞ്ഞു നമ്മൾ വിളിക്കുന്ന ഫംഗ്ഷൻ്റെ മുമ്പ് ഡോട്ടിന് മുമ്പ് എന്താ വെച്ചാൽ അതാണ് ദിസ്. സോ നമ്മുടെ കേസിൽ ഇവിടെ ദിസ് വരുന്നത് മെമ്പേഴ്സാണ്. സോ ഇവിടെ മെമ്പേഴ്സ് ഡോട്ട് ടീം നെയിം എന്ന് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇന്ത്യ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോർമൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബേസിക്കലി എന്താ വെച്ചാൽ ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഫംഗ്ഷൻ കീവേഡ് കോൾ ബാക്ക് ആക്കിയാൽ ദിസ് വിൻഡോ ആയി ബേസിക്കലി മാറും കേട്ടോ. സോ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ തിരിച്ച് ആരോ ഫംഗ്ഷൻ എഴുതുന്നില്ല. എന്നിട്ട് ആരോ ഫംഗ്ഷൻ വരെ ഞാൻ തൽക്കാലം ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആരോ ഫംഗ്ഷൻ റിമൂവ് ചെയ്യാം. സോ ഇങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നർ ഫംഗ്ഷന് സ്വന്തം ദിസ് ബൈൻഡിങ് ഉണ്ടാവും. ഓക്കെ, ഇന്നർ ഫംഗ്ഷനിൽ കറൻറ്റ്ലി എന്താ വെച്ചാൽ ദിസ് ബൈൻഡിങ് ഉണ്ടാവുകയും ചെയ്യും. സോ ഫോർ ഈച്ച് കോൾ ചെയ്യുന്ന രീതിയിൽ ബേസ്ഡ് ആയി തന്നെ ബൈൻഡ് ആകുകയും ചെയ്യും. എങ്ങനെയാണോ ഫോർ ഈച്ച് കോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ബേസ്ഡ് ബൈൻഡ് ആവുകയും ചെയ്യും. സോ ഇവിടെ
നമ്മൾ ബ്രൗസറിന് ദിസിൻ മെമ്പേഴ്സ് ഒബ്ജക്റ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡീഫോൾട്ടായി മാറും. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഔട്ട്പുട്ട് കിട്ടില്ല, അൺഡിഫൈൻഡ് എന്നാണ് കിട്ടുക. ഓക്കെ, സോ അതുകൊണ്ട് ഡീഫോൾട്ടായി മാറുന്നതുകൊണ്ട് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി എന്താ വരുന്നത്, വിൻഡ് ഒബ്ജക്റ്റ് ആണ് മാറുക ഇവിടുത്തെ കേസിൽ. സോ വിൻഡ് ഒബ്ജക്റ്റ് ബേസിക്കലി വിൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ സ്ട്രിക്റ്റ് കേസിൽ, സ്ട്രിക്റ്റ് കേസിലാകുമ്പോൾ അൺഡിഫൈൻഡ് ആയി മാറും. സോ ദിസ് ഡോട്ട് നമ്മുടെ കേസിൽ വിൻഡ് ഒബ്ജക്റ്റ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി. സോ വിൻഡോ ഡോട്ട് ടീം നെയിം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ അൺഡിഫൈൻഡ് വന്നു. ഓക്കെ, ഇത് റിസൾട്ട് അതുകൊണ്ടാണ് വന്നത്. സോ അതുകൊണ്ട് ഞാൻ ആരോ ഫംഗ്ഷൻ ആക്കാം. സോ ആരോ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, ആരോ ഫംഗ്ഷന് ദിസ് ഇല്ല, പക്ഷേ ദിസ്സിന് മുമ്പത്തെ എന്താണോ എന്ന് വെച്ചാൽ കറസ്പോണ്ടിംഗ്ലി ആ ഫംഗ്ഷൻ ദിസ് ഇല്ല, കറണ്ട് ഒബ്ജക്റ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കറണ്ട് ഒബ്ജക്റ്റ് ആണ്, കറണ്ട് ഒബ്ജക്റ്റ് ഇല്ല. സോ അതിന് മുമ്പത്തെ സ്കോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യും എന്താണ് കറണ്ട് ഒബ്ജക്റ്റ്. സോ ഇതാണ് അതിൻ്റെ കറണ്ട് ഒബ്ജക്റ്റ്. സോ ഈ കറണ്ട് ഒബ്ജക്റ്റ് ബേസിക്കലി എന്താ വരുന്നത്, മെമ്പേഴ്സ് ആണ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. സോ മെമ്പേഴ്സ് ഡോട്ട് ടീം നെയിം കറസ്പോണ്ടിംഗ്ലി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുന്നത്. നോർമൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തഡ് ഷോർട്ട് ഹാൻഡ് ആസ് ഇറ്റ്സ് ഓൺ ദിസ് ഉണ്ട്. സോ നോർമൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തഡ് ഷോർട്ട് ഹാൻഡിനൊക്കെ അതിൻ്റേതായ ദിസ് ഉണ്ട്. ഈവൻ ലിസ്ണറിൽ ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലമെൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ആരോ ഫംഗ്ഷൻ്റെ കേസിൽ അത് ബൈൻഡ് ചെയ്യില്ല, ദിസിനെ ബൈൻഡ് ചെയ്യുന്നില്ല. ദിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്കോപ്പിൻ്റെ എന്താണോ ദിസ് ഉള്ളത്, ലെക്സിക്കൽ ദിസ് എന്ന് പറഞ്ഞാൽ അതാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് ഇവൻ ലിസ്ണറിൽ ആരോ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ദിസ് ബട്ടൺ ആയിരിക്കില്ല. ഒബ്ജക്റ്റ് മെത്തേഡായി ആരോ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതും ദിസ് ഒബ്ജക്റ്റ് ആയിരിക്കില്ല. പക്ഷേ ഇന്നർ കോൾ ബാക്കിൽ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ഔട്ടർ ദിസ് പ്രിസർവ് ചെയ്യാൻ സൂപ്പർ യൂസ്ഫുൾ ആണ്. നമുക്കത് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്ത പോലെ. ഓക്കെ, ഇത് കുറച്ച് ഹെവി ആയിരിക്കും തോന്നും, പക്ഷേ വെറി വേണ്ട. പക്ഷേ നെക്സ്റ്റ് ബോഡിയിൽ നമ്മൾ നല്ലപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുണ്ട്. പക്ഷേ ഈ ദിസിൻ്റെ കൺസെപ്റ്റ് കുറച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. മുമ്പത്തെ വീഡിയോസ് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക, എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുക, ദിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തറവാക്കി വയ്ക്കുക. ബിക്കോസ് ജാവാസ്ക്രിപ്റ്റിൽ അത് വളരെ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.